ഹലോ മങ്സ്, വെൽക്കം ടു കിട്ടോമങ്കി. അപ്പോൾ തമ്പനിയിൽ കണ്ട പോലെ ടെസ്റ്റ് നെറ്റിൻ്റെ ഒരു എറ അല്ലെങ്കിൽ ആ ഒരു സമയം അവസാനിച്ചോ. നമ്മൾ സാധാരണ കണ്ടുവരുന്ന ടെസ്റ്റ് നെറ്റിൽ നിന്ന് നമുക്കറിയാം, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഫസ്റ്റൊക്കെ ചിലപ്പോൾ ചില പ്രോജക്റ്റിനൊക്കെ ഒരുപാട് പേര് അലോക്കേഷൻ ഇടാറുണ്ട്. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ ചില പ്രോജക്റ്റിനാകെ 1-2 ആൾക്കാർ മാത്രം അലോക്കേഷൻ ഇടുന്നു. ബാക്കിയുള്ളവർക്ക് അലോക്കേഷൻ കിട്ടുന്നുണ്ട്. ബട്ട് കിട്ടുന്നത് ആകെ ചിലപ്പോൾ ഒരു ചെറിയ എമൗണ്ട്, $10, $20. ബട്ട് നേരെ ഓപ്പോസിറ്റ് എടുക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? ചിലപ്പോൾ $5,000, $2,000, $1,000 ആ ലെവലിലേക്കായിരിക്കും. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ 1-2 ആൾക്കാർക്ക് മാത്രമാണ് അത് സെക്യൂർ ആക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിനൊരു റൂട്ട് കോസ്, എന്തായിരിക്കും അതിനൊരു കാരണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയെങ്കിലും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പണ്ട് തൊട്ട് കണ്ടുവരുന്ന ഒരു മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ടെസ്റ്റ് നെറ്റിൽ നിന്ന് പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരൊരു പ്രൊഡക്റ്റ് ഇറക്കുന്നു. ആ പ്രൊഡക്റ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്ട്രെസ് ടെസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് തവണ കുറേ ട്രാൻസാക്ഷൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ എത്രത്തോളം ട്രാൻസാക്ഷൻ അവർ ചെയിനിൽ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് നിങ്ങൾ എത്രത്തോളം ഡീപ്പായിട്ട് എത്ര ടഫായിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് എന്ത് ചെയ്യും? നിങ്ങൾക്ക് അവരുടെ പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ കോയിൻ തരുന്നു. അങ്ങനെയായിരുന്നു ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്ത്. പക്ഷേ 2024-2025 ഒരു കാലഘട്ടമായപ്പോൾ തുടങ്ങി, 2025 സ്പെസിഫിക് ആണെങ്കിൽ പറയാം, അതായത് ഏകദേശം കൈറ്റോടെ വരോടുകൂടി നമ്മുടെ ഈ ഒരു ടെസ്റ്റ് നെറ്റ് റിവാർഡ് അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് റിവാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒരു ടോട്ടലി വേറൊരു തരത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഷിഫ്റ്റിനനുസരിച്ച് നമ്മുടെ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നവരും എല്ലാവരും ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നിങ്ങളും ഇതുപോലെ ചിലപ്പോൾ $1,000, $2,000 കിട്ടാതെ വെറും $20, $30 ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രോഫിറ്റ് നിങ്ങൾ എന്ത് ചെയ്യും? കണ്ടു പോകേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പോൾ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലവും ഇതുപോലെ നിൽക്കണമെന്നില്ല. കാരണം മുന്നേ തൊട്ട് നിങ്ങൾ ഒരുപാട് തവണ ഈ സ്ട്രെസ് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് നെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, എനിക്ക് അങ്ങനത്തെ പ്രോജക്റ്റുകൾ മാത്രം മതി, അങ്ങനത്തെ പ്രോജക്റ്റുകൾ ഇനി വരുന്ന ഞാൻ നോക്കി നിൽക്കാം, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ട്രെൻഡിനനുസരിച്ച് നിങ്ങൾ നീങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി മറ്റൊരാൾ എടുത്തിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ സോംനിയുടെ എയർ ഡ്രോപ്പൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമുക്ക് എക്സിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇപ്പോൾ ചിലവർക്ക് കിട്ടുന്നത് $200,000 ഇപ്പോൾ ഇവിടെ ലൊക്കേഷൻ ചിലവരൊക്കെ ഫോട്ടോ കിട്ടണം കണ്ടില്ലേ, 1,80,341, 1,80,341. അപ്പോൾ അതായത് $200,000 വർത്തായിട്ടുള്ള $1 അടിച്ചപ്പോൾ. അപ്പോൾ ഇതുപോലെ ഓരോ ഡ്രോപ്പ് ആയാലും, ഇപ്പോൾ പോർട്ടലായാലും അതുപോലെ കുറേ ഡ്രോപ്പുകളായാലും ചിലവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നു, ചിലവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്നൊരു ചേഞ്ചസ് ആണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചേഞ്ചസിനനുസരിച്ച് നിങ്ങൾ എത്ര നാൾ ഈ ചേഞ്ച് ഉണ്ടാവുമെന്ന് നിലനിൽക്കും നമുക്ക് അറിയാൻ പറ്റില്ല. ബട്ട് ഈ ചേഞ്ചസിനനുസരിച്ച് നിങ്ങൾക്ക് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൊജക്റ്റിൽ നല്ലൊരു ഡ്രോപ്പ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു 4 ഡിജിറ്റ് ഡ്രോപ്പൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്കും എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത് ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കമ്മ്യൂണിറ്റീസ് അല്ലാന്നുണ്ടെങ്കിൽ ഓരോ പ്രൊജക്റ്റും അവർ നോക്കുന്നത് ലോങ് ടേം വാല്യൂലേക്കാണ്. ഇതെങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു പ്രൊജക്റ്റ് റിലീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യും? അത് അങ്ങോട്ട് ഇട്ടിട്ട് പോകുന്നൊരു പരിപാടിയാണ് ഇപ്പോൾ കാണാറുള്ളത്. അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് എത്തുമ്പോൾ എന്ത് ചെയ്യും? അവരെ പ്രൊജക്റ്റ് ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരായിട്ടുള്ള ടീമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ ടീമായിട്ടുള്ളൊരു ഹെൽത്തി കോൺവെർസേഷനോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു പരിപാടിയാണ് കാണാറുള്ളത്. അപ്പോൾ ഇതിനായിട്ട് ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഭൂരിഭാഗം ടെസ്റ്റ് നെറ്റുകളും അവരുടെ ഡിസ്കോഡിൽ റോൾസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്കോഡ് എന്താണെന്ന് അറിയാത്തവർക്കും ഡിസ്കോഡിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഭൂരിഭാഗം ഒട്ടുമിക്ക ഒരു 80% ടെസ്റ്റ് നെറ്റിലും അവർക്ക് എന്തുണ്ടാവും? കസ്റ്റം കുറേ റോൾസുകളുണ്ടാവും. അപ്പോൾ ആ റോളുകൾ കിട്ടാന്നുള്ളത് ചിലപ്പോൾ എന്ത് ചെയ്യും? ആ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ നല്ല രീതിയിൽ ആക്റ്റീവായി നിന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? റോളുകൾ കിട്ടുകയുള്ളൂ. അങ്ങനെ നിൽക്കുന്ന വഴി നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടാകുക വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ പ്രൊജക്റ്റായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൈക്കോളജി ഉണ്ടാകുക വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ പ്രൊജക്റ്റായിട്ട് എന്ത് ചെയ്യും? ഒരു മെൻ്റലി നിങ്ങൾ അതിനോട് ഒരു ഇഷ്ടപ്പെടും. അതിലെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സായിട്ട് അതുപോലെ അതിലെ മോഡ്സായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ടീം മെമ്പേഴ്സായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ ഒരുപാട് ഇൻട്രാക്ഷൻ വരും. കാരണം ഒരുപാട് ആക്റ്റീവായിട്ട് ഇരിക്കും തോറും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത് എന്ത് ചെയ്യും? ആ പ്രൊജക്റ്റിനും എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് എന്ത് ചെയ്യും? അവർ ഒരുപാട് റിവാർഡുകൾ പ്രൊജക്റ്റ് എൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടോക്കൺ അലോക്കേഷൻ്റെ സമയത്ത് കൊടുക്കും. അപ്പോൾ ഓരോ പ്രൊജക്റ്റിനും ഓരോ തരത്തിലായിരിക്കും എന്ത് ചെയ്യുക? നമുക്ക് അലോക്കേഷൻ ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ ഇപ്പം നിൽക്കുന്നതിൽ ഏറ്റവും ഹൈപ്പ് കയറി നിൽക്കുന്ന ഒരു പ്രൊജക്റ്റ്, അതായത് റോളുകളുടെ ലെവലിൽ ഏറ്റവും ഹൈപ്പ് കയറി നിൽക്കുന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞത് സെൻഡിയൻ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റാണ്. ഞാനിപ്പോൾ ഈ എക്സാമ്പിളായിട്ട് ഈ വീഡിയോ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സെൻഡിയൻ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൽ ഒരുപാട് റോളുകളുണ്ട്. ഒരുപാട് റോളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെല്ലാ റോളുകളും കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് AGI എന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് റോൾസുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും level 1, level 2. അപ്പോൾ ഇതൊക്കെ കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആർട്ടിസ്റ്റ്, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആർട്ടുകളൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവായിരിക്കും. ചിലപ്പോൾ പോസ്റ്റർ ഉണ്ടാക്കാനുള്ളതായിരിക്കും, ചിലപ്പോൾ മീംസ് ഉണ്ടാക്കാനുള്ളതായിരിക്കും,
വീഡിയോ മീമാവാം, അതോ ഫോട്ടോ മീമാവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ആർട്ടിക്കിൾ എഴുതി എല്ലാവരും പഠിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ത്രെഡ് എഴുതുക, അല്ലെങ്കിൽ നമ്മൾ എക്സിൽ നല്ല രീതിയിൽ പോസ്റ്റുകൾ ഇടുക, അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ട് നല്ലോണം ഇൻട്രാക്ട് ചെയ്യുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലേക്ക് എന്ത് ചെയ്യുക, ഓരോ കഴിവുകളുണ്ടാകും. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ ചെയ്ത് വെച്ചത്. കണ്ടില്ലേ, ഓരോ ലെവലുകളുണ്ട്, ഓരോ സെറ്റ് ഓഫ് ലെവലുകളുണ്ട്. ആ ഓരോ സെറ്റ് ഓഫ് ലെവലുകൾ ഇപ്പോൾ നിങ്ങൾ ബിൽഡർ L1, L2, L3 ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഏർലി ഏജ് കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഈ സെറ്റാണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു റോള് കിട്ടും. അപ്പോൾ ഇതുപോലെ ഓരോ ലെവലിനനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങൾക്ക് റോളുകൾ കയറി വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ റോളുകൾക്ക് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രോപ്പ് വരുമ്പോൾ ഇവരൊന്ന് പറയും, ചിലപ്പോൾ ഇപ്പോൾ വിചാരിക്കുക സെൻറ്റിയൻ്റ് ഏജേ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ 10,000 ടോക്കണെന്ന് വിചാരിക്കുക. അന്നേരം നിങ്ങളൊരു ലെവൽ 1ൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഒരു 100 ടോക്കണോ 50 ടോക്കണോ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ടോക്കൺ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഇനി റോൾ എടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് ടഫാണ്. കാരണം പ്രൊജക്റ്റ് ഒരു ഏകദേശം അവസാനിക്കാറായ ലെവലിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അധ്വാനിക്കാം. ഞാനിപ്പോൾ പറയുന്നത് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അതുപോലെ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ റെയിൽസ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ്, ഈ റെയിൽസ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിപ്പോൾ റോൾ വന്നിട്ടുണ്ട്. RB ഫാക്ടറിൽ ഒരുപാട് റോളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഗിയർ, ചൂച്ചു, കമ്പ്യൂട്ടർ, അങ്ങനെ എഞ്ചിൻ, അങ്ങനെ ഓരോ പറഞ്ഞ റോളുകളുണ്ട്. അപ്പോൾ ഈ റോളുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ഇതിൻ്റെ ഉള്ളിൽ ആക്റ്റീവായിട്ട് നിന്ന് മെസ്സേജ് അയക്കുക. അതുപോലെ നിങ്ങൾക്ക് ഒരു റോൾ എടുത്തവിടെ കാണാൻ പറ്റും റിയാക്ഷനൊക്കെ കിട്ടുന്നതിന് നിങ്ങൾക്ക് പോയിൻ്റ് ഉണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതിനെന്ത് ചെയ്യും, റോളുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതാണ് ഇത്ര പേര് റിയാക്ഷൻസൊക്കെ ഓരോ മെസ്സേജിനും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിയാക്ഷന് പോയിൻ്റ് ഉണ്ട്, അതെല്ലാ പ്രോജക്റ്റിലും ഇല്ലാട്ടോ, ചില പ്രോജക്റ്റിൽ മാത്രം. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ മെസ്സേജ് എത്തിക്കുന്നതിനും പോയിന്റുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഡിസ്കോഡ് ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് പ്രോജക്റ്റാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സെക്കൻഡ് പോയിൻ്റായിട്ട് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഡിസ്കോഡ് ലെവൽ പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ചാനലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് മെസ്സേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഞാനിത് എടുക്കണം. അപ്പോൾ ടെസ്റ്റ്നെറ്റ് 1 എന്ന് പറഞ്ഞ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെസ്റ്റ്നെറ്റ് 2 എന്ന് പറഞ്ഞ ലിസ്റ്റ് എടുക്കാൻ വിചാരിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 84 പ്രൊജക്റ്റുകൾ നിങ്ങൾ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 84 പ്രൊജക്റ്റ് നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് DCയിൽ റോളൊക്കെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫണ്ട്, ഇപ്പോൾ മെയിൻ നെറ്റ് ആയിക്കോട്ടെ ടെസ്റ്റ്നെറ്റ് ആയിക്കോട്ടെ, നല്ല ഫണ്ടിങ് ഉള്ള, അതുപോലെ നല്ല യൂട്ടിലിറ്റി ഉള്ള, അത് നിങ്ങൾ ഞാൻ പറഞ്ഞൊന്ന് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞ സെലക്ട് ചെയ്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറയണം ഓക്കെ ഫോഗോ ചെയ്യാൻ എല്ലാവരും മറക്കരുത്, എല്ലാവരും ആക്ടിവേറ്റ് ചെയ്തോളൂ, എനിക്കും എല്ലാവരും ആക്ടിവേറ്റ് ചെയ്തോന്ന് വിചാരിക്കണം. ഇൻ ദ എൻഡ് ഒരാൾ വളരെയധികം ഇൻകോയിൽ വളരെയധികം ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നു. അവസാനം അവരെന്താണ് അലോക്കേഷൻ വളരെ 0.5% മാത്രം ടെസ്റ്റ്നെറ്റിന് മാറ്റി വയ്ക്കണമെങ്കിൽ എന്ത് പറ്റും, നിങ്ങൾ അവസാനം എന്ത് ചെയ്യും, ഓക്കെ ഞാൻ പറഞ്ഞു കണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ ഈ പ്രോജക്റ്റ് ചൂസ് ചെയ്തു, അവസാനം എന്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയില്ല എന്നുള്ള ടോക്കിലേക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാനിങ്ങനെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങൾ ഇത് ചൂസ് ചെയ്തു അത് ചൂസ് ചെയ്തു എന്ന് പറയാത്തത്. ഏർലി ആയിട്ടുള്ള വല്ല പ്രോജക്റ്റുകൾ പേരെടുത്ത് പറയുന്നത് മാത്രം. അപ്പോൾ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ എന്ത് ചെയ്യാം, റിസർച്ച് ചെയ്യുക. അതെവിടെയാണ് റിസർച്ച് ചെയ്യുക, നിങ്ങളൊരു പ്രോജക്റ്റ് എടുക്കുക, ആ പ്രോജക്റ്റിൻ്റെ എക്സാൻഡിൽ പോവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ChatGPT യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എക്സിലെ ഗ്രോക്ക് യൂസ് ചെയ്യുക. ഇതൊരു ഗുഡ് പ്രോജക്റ്റ് ആണോ, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യലുള്ള പ്രോജക്റ്റ് ആണോ, ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഓൾറെഡി ഉണ്ടോ, ഇങ്ങനത്തെ ഒരു ടെക്നോളജി ഓൾറെഡി ഉണ്ടോ, ഇവർ കൊണ്ടുവരുന്ന ഒരു യൂണീക്ക് കൺസെപ്റ്റ് ആണോ എന്നൊക്കെ ഗ്രോക്കിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഗ്രോക്കിൽ ചോദിക്കുന്നതൊക്കെ ഏറ്റവും എളുപ്പം. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഫണ്ടിങ്, അതിൻ്റെ ടീം, അതിൻ്റെ DCയിൽ എന്തെങ്കിലും റോളുകളുണ്ടോ, മാക്സിമം DCയിൽ നല്ല റോളുകളുള്ള പ്രോജക്റ്റ് ചൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല രീതിയിൽ റിസർച്ച് ചെയ്തതിന് ശേഷം, അതുപോലെ തന്നെ നിങ്ങൾ പ്രോജക്റ്റ് ഓടി ചെന്ന് ഓക്കെ നിങ്ങളൊരു കുറച്ച് ഫണ്ടിങ് കൊണ്ട് ഓക്കെ ഞാൻ എന്നാൽ പ്ലാസ്മ ചൂസ് ചെയ്യണം, ഓക്കെ അങ്ങനെ എടുത്ത് പോവുകയല്ല വേണ്ടത്. നിങ്ങളൊരു പ്രോജക്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ DCയിലൊക്കെ പോയി ചെക്ക് ചെയ്യുക. അതുപോലെ അവരുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഇങ്ങനെ റാൻഡായിട്ട് ചോദിക്കുക, ഇതിലെന്തൊക്കെ റോളുകളുണ്ട്, ബെനിഫിറ്റ് ഉണ്ടാവോ, ഇതിന് ഒട്ടും എയർ ഡ്രോപ്പ് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ പറയും എയർ ഡ്രോപ്പ് ഒട്ടും കൺഫേംഡ് അല്ല എന്നാണെങ്കിൽ അവർ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ആകാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൺഫർമേഷൻ ഉള്ള ഡ്രോപ്പ് മാത്രം ചെയ്തായിരിക്കും കുറച്ച് നല്ലത്. ഇപ്പോൾ 0G ലാബ്സ് അതൊക്കെ എടുക്കണമെങ്കിൽ എന്തെങ്കിലും ഓൾറെഡി അത് കൺഫേംഡ് ഡ്രോപ്പാണ്. അപ്പോൾ അങ്ങനത്തെ പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ അത്ര നല്ലതായെന്ന് പറയും. ഇനിയിപ്പോൾ സമയമില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് ഏർലി ആയിട്ട് വരുന്ന പ്രോജക്റ്റ് ചൂസ് ചെയ്യാൻ നോക്കാം. അതാണ് രണ്ടാമത്തെ കേസ്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫണ്ടിങ് ചിലപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു പ്രോജക്റ്റ് ചൂസ് ചെയ്യണം. ഇപ്പോൾ പ്രോജക്റ്റ് 11 എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് യൂസ് ചെയ്യാൻ വിചാരിക്കുക. അപ്പോൾ ഈ പ്രോജക്റ്റിൽ നമ്മൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഫണ്ടിങ് $6 million കാണുന്നത്. ഈ $6 million എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റിൻ്റെ ഫണ്ടിങ് റൗണ്ടിൽ ചിലപ്പോൾ റൗണ്ട് 1 സീഡിങ് റൗണ്ടിൽ കിട്ടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കാം. ഇത് ഇനി ചിലപ്പോൾ എന്ത് ചെയ്യാം, മാറാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫണ്ടിങ് ഉള്ളൊരു പ്രോജക്റ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും, ഇപ്പോൾ കൈറ്റ് എടുത്തപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും വീണ്ടും ഫണ്ട് റേസ് ചെയ്തു. അതുപോലെ പോർട്ടൽ വീണ്ടും അവരെ ഫണ്ടിങ് റൗണ്ട് ഓപ്പൺ ആക്കിയപ്പോൾ വീണ്ടും അവർ റേസ് ചെയ്തു. ഇപ്പോൾ 90 million സംതിങ് ആണ്. അപ്പോൾ അവരെ പ്രോജക്റ്റ് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ഇതുപോലെ ഫണ്ടിങ് ഇനിയും ചിലപ്പോൾ നല്ലോണം കൂടാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തോന്നുന്ന ഒരു പ്രോജക്റ്റ്, ഇപ്പോൾ PySquared അവർക്കൊരു കുറച്ച് ഫണ്ടിങ് ഉണ്ട്, അപ്പോൾ അവർ ടെക്നോളജി നോക്കുക, അല്ലെങ്കിൽ അവർ DCയിൽ വല്ല റോൾസ് ഉണ്ടോ നോക്കുക. അപ്പോൾ നിങ്ങളുടെ രീതിയിൽ ഫണ്ടിങ് ചൂസ് ചെയ്യുന്നതിനൊപ്പം നിങ്ങളൊരു കാര്യം മനസ്സിൽ വെക്കണം,
ഈ ഫണ്ടിങ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല. അതായത് ഇത് ഇനിയും ചിലപ്പോൾ കൂടാം. ഇത് ടെക്നോളജി അടിപൊളിയാണ്, നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാർ എന്ത് ചെയ്യും, ഇതിലേക്ക് ഫണ്ടിങ് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫണ്ടിങ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കില്ല എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഫണ്ടിങ്ങിൻ്റെ കേസ് മാത്രം എടുത്തിട്ട് ചെയ്യാതിരിക്കാനായിട്ട് എപ്പോഴും നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കേസ്. നാലാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോഫൈ ആണ്. ഇൻഫോഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എപ്പോഴും ട്രെൻഡ് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് എടുത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ ഐറിസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മെഗായത്തിലുണ്ടായിരുന്ന ഒരു സബ്ബായിട്ടുണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിപ്പോൾ സെപ്പറേറ്റ്ലി ഇഷ്ടംപോലെ ഫണ്ടിങ് കിട്ടി നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റാണ്. അപ്പോൾ ഇവർക്ക് എന്തുണ്ട്, ഇൻഫോഫൈ ഉണ്ട്. ഇവർക്ക് ഇൻഫോഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫോഫൈ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എക്സിൽ സൗണ്ട് കൊണ്ടുവരിക. എന്താണ് സൗണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ പ്രൊജക്റ്റിനെ കുറിച്ച് ടോക്ക് ചെയ്യുക. ഇതാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ ട്രെൻഡ്. അപ്പോൾ ഇതിനായിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോം കൈറ്റോ തന്നെയാണ്. പക്ഷേ കൈറ്റോയിൽ എന്താണ്, നല്ല റഷും അതുപോലെ വലിയ കോൾസും വലിയ അക്കൗണ്ടുകളാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഫൈറ്റ് ചെയ്യുന്നതും നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുന്നതും. ചെറിയ അക്കൗണ്ടുകൾക്ക് കുറച്ച് ടഫാണ് കൈറ്റോയിൽ കയറി വരാനായിട്ട്, കാരണം അവർ അൽഗോരിതം കുറച്ചുകൂടി ടഫാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്ത് ചെയ്യാം, പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. അപ്പോൾ കൈറ്റോയുടെ കേസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൈറ്റോ ചില പ്രോജക്റ്റിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ടോപ്പ് 15 നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം ചിലപ്പോൾ റിവാർഡ് കൊടുക്കും. ഇനി ചില പ്രോജക്റ്റുകൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പ്രോജക്റ്റിനെ കുറിച്ച് എത്രത്തോളം പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ, ആ പോസ്റ്റ് ഒരു അറ്റ്ലീസ്റ്റ് വെറുതെ ജനറേറ്റ് അല്ലാതെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നല്ല റിസർച്ച് ചെയ്ത് അത്യാവശ്യം വലിയ കുഴപ്പമില്ല അവരുടെ ചിലപ്പോൾ ഒരു അൽഗോരിതം ഉണ്ടാവും, അത് വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്തതിന് ശേഷം ചിലപ്പോൾ നിങ്ങളൊരു 50 പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 50 പോസ്റ്റിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള എയർ ഡ്രോപ്പ് എമൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾ ആ പ്രൊജക്റ്റിനെ കുറിച്ച് എക്സിൽ എത്രത്തോളം, കാരണം ചിലപ്പോൾ എയർ ഡ്രോപ്പ് ചെക്കേണ്ട സമയത്ത് നിങ്ങളുടെ എക്സ് കണക്ട് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പോർട്ടലിൽ ഓൾറെഡി എക്സ് കണക്ട് ചെയ്യണ്ടാവും. അപ്പോൾ ഓൾറെഡി അവരുടെ ഡാറ്റ ഉണ്ടാവും. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവർ നിങ്ങൾ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് എത്രത്തോളം നിങ്ങൾ എന്തുണ്ട് പുഷ് ചെയ്തിട്ടുണ്ട് എക്സിൽ, നിങ്ങൾ എത്രത്തോളം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവരിതിൽ ചെക്ക് ചെയ്യും. അതിനനുസരിച്ച് എന്ത് ചെയ്യും, നല്ലൊരു അലോക്കേഷനും കിട്ടാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അപ്പോൾ നിങ്ങളൊരു പ്രൊജക്റ്റ് മെയിനായിട്ട് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ പാലിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ പ്രൊജക്റ്റിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുന്നതിൻ്റെ ഒപ്പം എന്ത് ചെയ്യണം, നിങ്ങൾ ആ പ്രൊജക്റ്റിനെ കുറിച്ച് എക്സിൽ നല്ല രീതിയിൽ പോസ്റ്റുകൾ ഇടാൻ തുടങ്ങാം. അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ മെയിൻ ഫൗണ്ടേഴ്സൊക്കെ എന്ത് ചെയ്യും, നിങ്ങളെ ഫോളോ ചെയ്ത് തുടങ്ങും. പിന്നീട് അവരേതെങ്കിലും ഒരു ഇൻഫോ ഫൈലൊക്കെ വരികയാണ്, അതായത് കൈറ്റോ പോലുള്ള പ്ലാറ്റ്ഫോമിൽ. ഇപ്പോൾ സപ്പോസ് വിചാരിക്കുക ഐറിസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം, ഐറിസ് എന്ന് പറഞ്ഞ സംഭവം കൈറ്റോയിൽ ഇല്ലാന്ന് വിചാരിക്കുക ഇതുവരെ. ഇനി ഇത് നിങ്ങൾ എന്ത് ചെയ്തു, സ്റ്റാർട്ടിങ് നിങ്ങൾ ഈ പ്രോജക്റ്റോട് തുടങ്ങി എന്തെന്ത് ഈ പ്രോജക്റ്റിനെ കൂടി സംസാരിച്ച് തുടങ്ങി, നല്ല രീതിയിൽ എക്സിൽ കുറേ രീതിയിൽ പോസ്റ്റുകൾ ഇടുന്നു, നല്ല ഫോട്ടോസ് ഇടുന്നു, ജനറേറ്റോ അല്ലെങ്കിൽ നല്ല കണ്ടൻസ് എഴുതിയിടുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഫസ്റ്റത്തെ പോസ്റ്റിൽ എന്താണ് ഈ പ്രോജക്റ്റ്, എന്നിട്ട് ഓരോരോ ടെക്നോളജീസ് നിങ്ങൾ എന്ത് റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എന്ത് ചെയ്തു നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിടുന്നു. അപ്പം സംഭവിക്കും, നല്ല പോസ്റ്റുകളാണെങ്കിൽ ഇവരുടെ ടീം മെമ്പേഴ്സൊക്കെ നിങ്ങളെ ഫോളോ ചെയ്യും. എന്നിട്ട് കൈറ്റോയിലൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മുൻഗണന കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കേസ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, എടുക്കുന്ന നിങ്ങളൊരു പ്രൊജക്റ്റ് ഏറ്റവും പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റിനെ കുറിച്ച് നല്ല രീതിയിൽ യാപ്പ് ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുക. ഇനി അഞ്ചാമത്തെ കേസ് എന്ന് പറയുന്നത്, ഒരു പ്രൊജക്റ്റിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കാതിരിക്കാൻ നോക്കുക. അതായത് നിങ്ങളുടെ എൻറ്റയർ ടൈം ഒരു പ്രൊജക്റ്റിന് മാത്രം ചിലവഴിക്കുന്നു, മറ്റുള്ള പ്രൊജക്റ്റുകൾ ഒന്നും ചെയ്യാതിരിക്കാനായിട്ട് നോക്കരുത്. കാരണം എപ്പോഴും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 തൊട്ട് 15 പ്രൊജക്റ്റ് വരെ മാക്സിമം ചെയ്യാനാണ് ഞാൻ പറയുള്ളൂ. കാരണം ഇതെല്ലാം ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് അതിൽ 1-2 പ്രൊജക്റ്റിലെ DC ഗ്രൈൻഡ് ചെയ്യാൻ നോക്കുക. ആ 15 പ്രൊജക്റ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് 100 പ്രൊജക്റ്റ് ചെയ്തോ കുഴപ്പമില്ല. പക്ഷെ അതിൽ 1-2 പ്രൊജക്റ്റിലെങ്കിലും നിങ്ങൾ DCയിൽ നല്ല ആക്റ്റീവായിട്ട് ഇരുന്നിട്ട് അവിടെയുള്ള റോളുകളൊക്കെ ക്ലെയിം ചെയ്തെടുക്കാൻ നോക്കണം. ഇപ്പം നമ്മുടെ ഈ അനോമയുടെ DCയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റും, അനോമയുടെ DC ഉണ്ട്. അനോമയുടെ DCയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് റോളുകളുണ്ട് അവിടെ. ഈ റോളുകൾക്കൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇത് പ്രൊജക്റ്റ് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, നിങ്ങൾക്ക് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ അനോമാന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ DCയിൽ വന്നാൽ കാണാം. ഇപ്പോൾ നമുക്ക് അവരുടെ ജനറൽ ചാറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ ആരെങ്കിലും എടുത്താൽ മതി. ഇപ്പോൾ ആരെങ്കിലും റോളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഒരു റോളുകൾ കണ്ടില്ലേ, മാസ്റ്റർ, എക്കോലൈറ്റ്. ഇപ്പം ഇങ്ങനെ റോളുള്ളവർ ഇവരെന്തുകൊണ്ടായിരിക്കും, ഇവർക്കൊക്കെ ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടാവും. അതായത് ഓൾറെഡി ഇതുപോലെ റോളുകൾ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു 4 ഡിജിറ്റ് അല്ലെങ്കിൽ 5 ഡിജിറ്റ് അല്ലെങ്കിൽ 6 ഡിജിറ്റ് എയർ ഡ്രോപ്പ് വഴി കിട്ടിയതൊക്കെ എന്തുണ്ടാവും, ഇവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ചിലവർ മ്യൂച്വൽ സർവീസ് എടുത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ മ്യൂച്വൽ ആകെ ഒരു എണ്ണുള്ളൂ. അതുപോലെ ചിലവരൊക്കെ മ്യൂച്വൽ ചിലപ്പോൾ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ പറ്റും 3 പ്രൊജക്റ്റ് 4 പ്രൊജക്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഒരു പ്രൊജക്റ്റിൽ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ 3-4 പ്രൊജക്റ്റ് മാത്രമായിരിക്കും എന്ത് ചെയ്യുക, അറ്റ് എ ടൈം കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ കറക്റ്റ് ഫോക്കസ്ഡ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 4
4-5 മാസമായിരിക്കും ചിലപ്പോൾ ഒരു പ്രൊജക്റ്റ് എടുക്കുന്നത് ചെയ്യുക. ഈ 5 മാസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 6 ലക്ഷം 8 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം നേടിയെടുക്കാനായിട്ട് സാധിക്കും, അത്ര ആക്റ്റീവ് ആയതുകൊണ്ട്. ഇതാണ് 5ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. ഒരു പ്രൊജക്റ്റിൽ മാത്രം സ്റ്റിക്ക് ചെയ്ത് നിൽക്കരുത്. എപ്പോഴും എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ പ്രൊജക്റ്റുകൾ എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഏതെങ്കിലും 1 തൊട്ട് 3 പ്രൊജക്റ്റ് വരെ എന്ത് ചെയ്യുക, മാക്സിമം DC ഗ്രൈൻഡിങ് പ്ലസ് എക്സ്പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇനി അടുത്ത ഒരു 2-3-4 ഞാൻ എന്താണ് Info5 പ്രൊജക്റ്റുകളാണ് ഞാൻ അടുത്തായിട്ട് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഞാൻ കൈറ്റ് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒന്നുള്ളത് Cookie.fun ആണ്. അപ്പോൾ ഇതിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ എന്താണ്, ഇപ്പോൾ കണ്ടില്ലേ, പൈ നെറ്റ്വർക്ക്, ZK Sync, ഫാഡ് കോയിൻ, വേൾഡ് ലിബർട്ടി, WF, ഇതുപോലെ കുറച്ച് പ്രൊജക്റ്റുകൾ എന്തുണ്ട് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ള ഇഷ്ടമുള്ള പ്രൊജക്റ്റുകൾ ചൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടെ കിടക്കുന്ന പ്രൊജക്റ്റിൽ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊജക്റ്റ് ചൂസ് ചെയ്യാം. ഇപ്പോൾ സാം ഇതിലുണ്ട്. അപ്പോൾ ഇതുപോലെ പ്രൊജക്റ്റിൽ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല പ്രൊജക്റ്റ് ആണെന്ന് എന്ത് ചെയ്യാം, ആ പ്രൊജക്റ്റിൻ്റെ ടെസ്റ്റ് നെറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് 2 ഗുണമുണ്ട്. ഒന്ന്, ഇതുവഴി ഡ്രോപ്പ് കിട്ടും, പ്ലസ് നിങ്ങളുടെ എന്ത് ചെയ്യും, അതിൽ ചിലപ്പോൾ സെപ്പറേറ്റ് നോക്കുന്ന വഴി എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിൽ കുറേ റോളുകൾ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ DCയിൽ എന്ത് ചെയ്യുക, കൊണ്ട് ഷെയർ ചെയ്യാൻ നോക്കുക. അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ അനോമ യാപ്പേഴ്സ് എന്ന് ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ആ പ്രൊജക്റ്റുകൾ നിങ്ങൾ എന്തൊക്കെ പോസ്റ്റുകളുണ്ടോ അതെന്ത് ചെയ്യും, അവർ ഇവിടെ കൊണ്ട് ഷെയർ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് മോഡുകൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് നിങ്ങൾക്ക് റിവാർഡുകൾ അല്ലെങ്കിൽ റോളുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്ത് പോസ്റ്റുകൾ ഇടാലും ആ പ്രൊജക്റ്റിൽ അതിൻ്റെ DCയിൽ അവരുടെ അതിൻ്റെ പോസ്റ്റിൻ്റെ ലിങ്ക് ഇടാൻ പറ്റുമോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അങ്ങനെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ലിങ്ക് ഇവിടെ കൊണ്ട് എപ്പോഴും ഇടാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അത് ഒട്ടും മറന്നു പോരുത്. കാരണം വെറുതെ അപ്പുറത്ത് ഇവിടുത്തെ നമ്മൾ പോസ്റ്റ് ഇട്ടൊരു കാര്യമില്ല. നിങ്ങൾ യാപ്പ് ചെയ്യുന്നതായാലും അതുപോലെ നിങ്ങൾ Info5 ഏത് പ്രൊജക്റ്റിന് വേണ്ടി ചെയ്യുന്നതായാലും നിങ്ങൾ ആ ഇടുന്ന പോസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, ആ പർട്ടിക്കുലർ DCയിൽ കൊണ്ട് എപ്പോഴും ഷെയർ ചെയ്യാൻ നോക്കുക, ലിങ്ക് ഇടാൻ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കൈറ്റോ അല്ലാതെ Cookie.fun. ഇനി രണ്ടാമത്തെ ഒരു പോപ്പുലറായിട്ട് സൈറ്റാണ് ഗാലക്സി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ പേര് ഗാലക്സി കോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗാലക്സിയിൽ സ്റ്റാർ ബോർഡ് എന്നൊരു സംഭവമുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോമ്പറ്റീഷൻ കുറവുള്ളൊരു സ്ഥലമാണ് എന്ത്, ഗാലക്സി സ്റ്റാർ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചില പ്രൊജക്റ്റിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആകെ 500 ആൾക്കാർ 700 ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിവിടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കോൺട്രിബ്യൂട്ടേഴ്സ് 1996 ഇത്ര ആൾക്കാരാണുള്ളത്. പക്ഷേ മറ്റോടത്തൊക്കെ ചിലപ്പോൾ ഉള്ളത് 20,000 30,000 ആൾക്കാർക്കാണ് ചിലപ്പോൾ കൈറ്റോലി ഒരു പ്രോജക്റ്റിന് വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യുക, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് പ്രോജക്റ്റുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് ഓൺ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഇൻഫിനിറ്റി ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും 1637 ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം 100K വർത്തായിട്ടുള്ള AN ടോക്കണാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡഗാമ, അതുപോലെ ZK ക്യാൻഡി, അപ്പോൾ വന്നില്ലേ 100K വർത്തായിട്ടുള്ള ക്യാൻഡി ടോക്കൺ എടുത്ത്. പക്ഷേ ഇതിൽ എത്ര ഉണ്ട്, 681 ആൾക്കാരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് വേറൊരു ഡിസിഷൻ എടുക്കാം. അതായത് സ്നാപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈറ്റോയിൽ ഇവിടെ നിങ്ങൾക്ക് ഓറ ഫാമിംഗ് എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ ഇവിടെ ഓറ ഫാമിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് വന്നിട്ട് ഒരു പ്രോജക്റ്റ് ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പ്രോജക്റ്റിനെ കുറിച്ച് നല്ല രീതിയിൽ ഇടാം. പ്ലസ് നിങ്ങളൊരു ടെസ്റ്റ് നെറ്റ് നല്ല ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ ടെസ്റ്റ് നെറ്റ് ചെയ്യേണ്ടത്, അവരുടെ പ്രോജക്റ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പൈസ്കോയിഡ് ആണെന്നുണ്ടെങ്കിൽ പൈസ്കോയിഡ് നിങ്ങൾ ടെസ്റ്റ് നെറ്റ് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് അതിൻ്റെ DCയിൽ നിങ്ങൾ നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എക്സാമ്പിൾ പറയുന്ന കേട്ടോ, അവിടെ ഉണ്ടോ ഇല്ലോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. DC നല്ല ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ Xൽ നല്ല രീതിയിൽ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. എന്ത് ചെയ്യും, നിങ്ങൾ പൈസ്കോയിഡ് നല്ല രീതിയിൽ ചൂസ് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് പോസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് ഇൻ ദ എൻഡിൽ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഫസ്റ്റ് മെയിൻ പ്രോജക്റ്റായിട്ട് പൈസ്കോയിഡാണ് വെച്ചതെന്നുണ്ടെങ്കിൽ ഇൻ ദ എൻഡിൽ അവരെന്ത് ചെയ്യണം, Info5 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കൂടി ചിലപ്പോൾ എന്ത് ചെയ്യും, Xലെ പോസ്റ്റുകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ മുൻഗണന കിട്ടാം. പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഗാലക്സി ഓൺ ബോർഡിന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുക്കിന്നോ അല്ലെങ്കിൽ കൈറ്റോ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് എടുത്തിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഈ ആപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഒരു ഗുണം എന്നിട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ, ഇവിടെ ആകെ ചിലപ്പോൾ ചിലതിനുള്ളൂ 681 ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ചില പ്രോജക്റ്റുകൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ഗുണം എന്തായിരിക്കും, ഇപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഘട്ട കൊടുത്തിട്ടുണ്ട് ആകെ 4387 ആൾക്കാർ മാത്രമാണ് ആക്റ്റീവായിട്ട് ഇതിനെക്കുറിച്ച് ആപ്പ് ചെയ്തിരിക്കുന്നുള്ളൂ. അതുപോലെ പ്ലൂമ് 9000 പേരാണ് ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. പ്ലൂമ് ഓൾറെഡി റിവാർഡ് പറഞ്ഞിട്ടുണ്ട്, 450K വർത്തുള്ള പ്ലൂം ടോക്കൺ നല്ല എമൗണ്ട് ആണത്. ഇപ്പോൾ 9669 പേരുണ്ടെങ്കിലും ഇവർ ചിലപ്പോൾ ഒരു പോസ്റ്റ് കിട്ടണുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇന്നോട്ട് ചിലപ്പോൾ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗാലക്സി സ്റ്റാർ ബോർഡ് അല്ലെങ്കിൽ ഗൈബ് ഇപ്പോൾ 3772 വന്നത്. അപ്പോൾ ഇത്ര ടോക്കൺ സപ്ലൈ നിങ്ങൾ ഇത് കൊടുക്കുന്ന റിവാർഡ് കൊണ്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഡിവൈഡ് എന്ന് വെച്ചിക്കോ. ചിലപ്പോൾ ഇതിൽ എല്ലാവർക്കും റിവാർഡ് കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ടോപ്പ് നിൽക്കുന്ന ആൾക്കാർക്ക് റിവാർഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ റിവാർഡും നോക്കുക, പ്ലസ് എന്ത് ചെയ്യുക, നിങ്ങൾ എടുക്കുന്ന പ്രൊജക്റ്റും ചൂസ് ചെയ്യുക. ഇപ്പോൾ ഡാങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1% ഫ്യൂച്ചർ ടോക്കൺ അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എന്തുകൂടി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും 5000 ആൾക്കാരുള്ളൂ. പക്ഷേ ഇതിലെല്ലാവരും ഡെയിലി ഡാങ്കോനെ കുറിച്ച് ഇങ്ങനെ പോസ്റ്റ് ഇടുന്നുണ്ടാവില്ല. അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കൺസിസ്റ്റൻസി ഉള്ള ഒരു യാപ്പർ അല്ലെങ്കിൽ ഒരു Info5 പ്രോജക്റ്റ് ചൂസ് ചെയ്യുന്ന ആൾ ഇവിടെയാണ് സക്സസ് ആവാൻ പോകുന്നത്. അപ്പോൾ ഇറങ്ങുമ്പോൾ ആ പ്രോജക്റ്റ് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും, നല്ലൊരു ഡ്രോപ്പ് ഈസി ആയിട്ട് നിങ്ങൾ എന്താണ് Xൽ വെറുതെ പോസ്റ്റ് ഇട്ട്. ഇവിടെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ കണ്ട് വെറുതെ കളയുന്ന സമയം
ഇവിടെ നിങ്ങൾ റിസർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഗുണമുണ്ട്. ഒന്ന് Web3 നല്ല ഡീപ്പ് നോളജ്. നിങ്ങളൊരു പ്രൊജക്റ്റ് പോസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് വെറുതെ എക്സിൽ വെറുതെ AI കൊണ്ട് പോസ്റ്റ് ഇട്ടാൽ മാത്രം പോരാ. ആ പ്രോജക്റ്റിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കണം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, മലയാളത്തിൽ എന്ത് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ബേസിക് 5ാം ക്ലാസ് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാൻ എന്ത് ചെയ്യും ChatGPT അല്ലെങ്കിൽ ഗ്രോക്ക് പറഞ്ഞു തരും. മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക പ്രോജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മലയാളത്തിൽ എഴുതിയിട്ട് വേണമെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്കൊക്കെ മാറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ChatGPT യൂസ് ചെയ്ത്. അത് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ഒരു കേസായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾ ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഗ്രോക്കിൽ എന്താണെന്ന് ചോദിക്കുക. എന്നിട്ട് പറയാം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയാൽ. അപ്പോൾ മലയാളത്തിൽ എന്ത് ചെയ്യും എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയാൽ. അപ്പോൾ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം പറയാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പോസ്റ്റുകൾ തുടങ്ങണം. അപ്പോൾ എനിക്ക് ഒരു സെറ്റ് ഓഫ് പോസ്റ്റ് തരണം. അപ്പോൾ ഞാൻ മലയാളത്തിൽ എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ എഴുതി തരാം. എന്നിട്ട് എന്ത് ചെയ്യും നിങ്ങൾ മലയാളത്തിൽ എഴുതി കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യും അതിന് ഇംഗ്ലീഷിൽ എന്ത് ചെയ്യും കൺവേർട്ട് ചെയ്ത് നിങ്ങൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും ChatGPT കൊണ്ട് കൊടുത്തിട്ട് പറയാം ഇതിനെ ഗ്രാമർ മിസ്റ്റേക്കോ മാറ്റി ഇതിൽ എന്തെങ്കിലും ലോജിക്കൽ മിസ്റ്റേക്ക് ആണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ചേഞ്ച് ആക്കിയിട്ട് എനിക്കൊരു പോസ്റ്റ് ക്രിയേറ്റ് ആയി തരാൻ പറയാം. എന്നിട്ട് അതിൽ ആവശ്യമുള്ള കണ്ടൻസ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ കൊണ്ട് എക്സിലും കൊണ്ട് പോസ്റ്റ് ചെയ്യുക. ഒരു നല്ല ഫോട്ടോ ഒക്കെ ഇട്ട് ഇങ്ങനെയാണ് എന്ത് ചെയ്യുക ഇതിൻ്റെ ടീമിനെ അല്ലെങ്കിൽ ഇതിൽ പെട്ടെന്ന് കയറി പറ്റാൻ നോക്കുക. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ലിക്വിനിഫൈ ഇത് നല്ല പ്രൊജക്റ്റാണ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ് 5% ടോട്ടൽ സപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇതിലാകെ 2687 പേരുള്ളൂ. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചില ആൾക്കാർ ഈ വലിയ കോൾസ് ഉണ്ട്. ഇവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മര്യാദയ്ക്ക് ഇതിൽ പോസ്റ്റ് ഒന്നും ഇടില്ല. ഇവരാകെ ഇടുന്ന 1-2 പോസ്റ്റുകൾ ഇതിനെക്കുറിച്ച് ചിലപ്പോൾ ഇട്ടുണ്ടാവും, വേറെ ഒന്നും ഇട്ടുണ്ടാവില്ല. പക്ഷേ ആ ഒരു പോസ്റ്റ് കൊണ്ട് എന്ത് ചെയ്യും അവർക്ക് പെട്ടെന്ന് കയറി പോകും. കാരണം അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട്. ഇപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ 1088 ഫോളോവർ മാത്രമുള്ളൂ. അപ്പോൾ ഇതൊരു വലിയൊരു കോളാണോ? അല്ല. കോളെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഇൻഫോബൈ ചെയ്യുന്ന ഒരു വലിയൊരു പുള്ളിക്കാരനൊന്നല്ല. 1088 ഫോളോവേഴ്സ് മാത്രമുള്ള ആളെന്ത് ഫസ്റ്റ് ലീഡർ ബോർഡ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയധികം ഓറ ഫാമിങ് ഇയാൾക്കുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക ഇയാൾക്ക് ഈ 5% സപ്ലൈയുടെ ടോക്കൺ കിട്ടുമ്പോൾ എത്ര നല്ലൊരു ഡ്രോപ്പായിരിക്കും ഈ പുള്ളിക്കാരന് കിട്ടാൻ പോകുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഈ എടുക്കുന്ന പ്രോജക്റ്റിനെ കുറിച്ച് നല്ല രീതിയിൽ റിസർച്ച് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് എടുക്കുന്ന പ്രോജക്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമുണ്ടാവില്ല. അതായത് ഈ പ്രോജക്റ്റ് വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് റിവാർഡ് വന്ന് നോക്കിയാൽ മതി. അങ്ങനെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ പോലെ നല്ല പ്രോജക്റ്റ് നിങ്ങൾക്ക് തോന്നുന്ന നല്ല യൂട്ടിലിറ്റി ഉള്ള പ്രോജക്റ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ടെസ്റ്റ് ചെയ്യാം. മാക്സിമം എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ടെസ്റ്റ്നെറ്റ് പ്ലസ് ഇതുപോലെ ഇൻഫോഫൈ ഉള്ള പ്രോജക്റ്റുകൾ ചൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതിൻ്റെ ഗുണം എന്നിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ്നെറ്റിൽ നിന്ന് വഴി എന്ത് ചെയ്യും റിവാർഡ് കിട്ടും. പ്ലസ് നിങ്ങൾ ഇൻഫോഫൈ വഴി ഇപ്പോൾ എൻസോഫൈ ഇത് ഇറങ്ങിയിട്ടില്ല പ്രോജക്റ്റ് ഇതിൻ്റെ ടെസ്റ്റ്നെറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രോജക്റ്റുകൾക്ക് ചൂസ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് 2 രീതിയിൽ ഗുണമുണ്ട്. ഒന്ന് നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് ഇൻഫോഫൈൽ ഉറപ്പിക്കാം. പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടെസ്റ്റ്നെറ്റിൽ നല്ലൊരു റിവാർഡും അവിടെയും പ്രതീക്ഷിക്കാം. ടീമായിട്ട് DCയിൽ നല്ല ഗ്രൈൻഡിങ് ഉണ്ട്. ടീമായിട്ട് കുറേ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ 3 തരത്തിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. ഒന്ന് ടെസ്റ്റ്നെറ്റിൽ ആക്റ്റീവായിരുന്നു, 2 DCയിൽ നന്നായി ഗ്രൈൻഡ് ചെയ്യുന്നു, 3ാമത്തത് ഇൻഫോഫൈൽ അതായത് എക്സിലൊക്കെ നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ടോട്ടലി എനിക്ക് ഇപ്പോഴത്തെ ഒരു എയർ ഡ്രോപ്പ് ട്രെൻഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ട്രെൻഡ് നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല, എനിക്കിതിനൊക്കെ മടിയാണ്, എനിക്കിതൊന്നും പറ്റില്ല, എന്നെക്കൊണ്ട് നടക്കില്ല, എനിക്ക് മടുപ്പാണ് എന്നൊക്കെ ഉള്ള കൺസെപ്റ്റ് ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും നിങ്ങളും ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇടുന്ന പോലെ റിവാർഡ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കാർഡ് കണ്ടിരിക്കാനേ ചിലപ്പോൾ നിന്നുള്ളൂ യോഗം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഓരോരുത്തർക്ക് 10,000-29,000 അല്ലെങ്കിൽ 50,000 70,000 ഓരോ പ്രോജക്റ്റിൻ്റെ ഇതുപോലെ ഇഷ്ടം പോലെ അലോക്കേഷൻ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ 1500 സോമി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ഫേക്ക് ആയിരുന്നു, നമുക്ക് നോക്കണ്ട. ഇപ്പോൾ 336 ഇത് ഇട്ട് കഴിഞ്ഞാൽ നോക്കാൻ പറ്റും $336 ഉണ്ട് ഇപ്പോൾ വരുന്നുണ്ട് 1.5 പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ലെവലുള്ള ടോക്കൺസൊക്കെ എന്താണ് ഇത്ര ടോക്കൺസ് കിട്ടുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർ എന്താണ് 5 ടോക്കൺ 7 ടോക്കൺ 8 ടോക്കൺ എന്നുള്ള ലെവലിൽ നിങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ഞാൻ ഇത്ര ഉണ്ടാക്കിയാൽ മതിയോ, മറ്റുള്ളവരെ പോലെ ഒരു അലോക്കേഷൻ എനിക്കും കിട്ടണ്ടേ എന്നുള്ളൊരു കൺസെപ്റ്റാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും നല്ല രീതിയിൽ വർക്ക് എടുക്കേണ്ടിയിരിക്കുന്നു. വർക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡിനനുസരിച്ച് നിങ്ങൾ പോയില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും നിങ്ങളും നല്ല രീതിയിൽ പിറകോട്ടായി പോവും. അപ്പോൾ ഈ 2 പ്ലാറ്റ്ഫോം നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. കൈറ്റോടൊപ്പം തന്നെ ഗാലക്സി സ്റ്റാർ ബോർഡും അതുപോലെ Cookie.Fun ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ നല്ലൊരു പ്രോജക്റ്റ് ചൂസ് ചെയ്യുക. ഐറിസ് നല്ലൊരു പ്രോജക്റ്റാണ്, പക്ഷേ നല്ല രീതിയിൽ കൺജസ്റ്റഡാണ് ഇവിടെയും അതുപോലെ കുക്കിയിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിലൊരു പ്രോജക്റ്റ് ഇഷ്ടമുള്ള പ്രോജക്റ്റ് ചൂസ് ചെയ്തോ. എന്നിട്ട് എന്ത് ചെയ്യുക നല്ല രീതിയിൽ ഈ പറഞ്ഞ മെത്തേഡുകൾ 6 പോയിന്റുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾ ഇനിയുള്ള ടെസ്റ്റ്നെറ്റെങ്കിലും 2025 അവസാനിക്കുന്നതിന് മുന്നായിട്ട് ഇപ്പോൾ സെപ്റ്റംബർ മാസമായി, ഒക്ടോബർ നവംബർ ഡിസംബർ 3 മാസമുണ്ട്. ഈ 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 4 ഡിജിറ്റ് ഡ്രോപ്പ് നിങ്ങൾക്ക് ടെസ്റ്റ്നെറ്റ് വഴി സ്വന്തമാക്കാനായിട്ട് പറ്റും. കിട്ടാക്കനിയൊന്നല്ല,
കുറച്ച് അധ്വാനിച്ചാൽ മതി. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് അധ്വാനിക്കാനുള്ള വേണേ. പക്ഷേ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും പ്രോപ്പറായിട്ട് റിസർച്ച് പ്ലസ് പോസ്റ്റ് DC ഗ്രൈൻഡിങ് ഇങ്ങനെ ചിലവഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ 2025 അവസാനിക്കാറാകുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്ന കമ്മ്യൂണിറ്റി ആയിട്ട് കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.